യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രക്ഷയിനി ഞങ്ങൾ നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു, നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേര് പൽക്കാലം സന്തോഷത്തോടെ ആയിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നടത്തിയ എല്ലാ വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമത്രേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമത്രേ. ആ ദൈവത്തിന്റെ കരം ഈ പൽക്കാലവും നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ടതിനായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഈ പൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയം കൊണ്ട് നടുവേ ദൈവത്തിന്റെ കരം തക്ക സമയത്ത് വെളിപ്പെടും. സ്തോത്രം. അതേ സ്തോത്രം. മനുഷ്യർക്ക് ആർക്കും സഹായിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. മനുഷ്യർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയങ്ങൾ കടന്നു വരാം. നമുക്ക് തന്നെ ഈ വിഷയത്തിന്റെ നടുവിൽ എന്താ ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നാം പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്തോത്രം. അങ്ങനെ തന്നെ നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. സ്തോത്രം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും കടന്നു വരാൻ കഴിയത്തില്ല. അങ്ങനെ നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവത്തിനാകിയ സ്തോത്രം. പ്രിയ ദൈവത്തിലെ നീ കടന്നു പോകുന്ന ഏത് വിഷയത്തിന്റെ നടുവിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മാനുഷികമായ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്നല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. നാം കാണാത്ത ആരുടെയെങ്കിലും കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്നല്ല പറയുന്നത്. നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിയുന്ന, നമ്മെ താങ്ങുവാൻ കഴിയുന്ന, ആ വിഷയത്തിനകത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും വരാതെ വണ്ണം നമ്മെ പുറത്തെടുക്കുവാനായിട്ട് കഴിയുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കും. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയെത്തിരാ. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഏത് വിഷയത്തിന്റെ നടുവിലും സ്തോത്രം നമ്മൾ പകച്ചു നിൽക്കുന്ന, നമ്മൾ ഒന്ന് ചഞ്ചലിച്ചു പോകുന്ന നിമിഷങ്ങൾ ഉണ്ട്. സ്തോത്രം. പക്ഷെ ആ നിമിഷത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ വ്യക്തമായ ഇടപെടലുകൾ. ഹല്ലേലൂയ. നീ ലോകത്തിന്റെ മുമ്പാകെ ഒരു വേദന അനുഭവിക്കുവാൻ ഇടയാകാതെ, ലോകക്കാർ പറയുന്ന നിന്നെ പരിഹസിക്കുവാൻ, ലോകക്കാർ നിന്നെക്കുറിച്ച് പലതും പറഞ്ഞ് പരിഹസിക്കുവാൻ ഇടയാകാതെ വേണം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 9-ാം വാക്യം നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുമായി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്നു വെള്ളം വിരുന്നുമായി രുചിച്ചു നോക്കിയപ്പോൾ മണവാളിനെ വിളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ 2 വാക്ക് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു. ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുമായി അറിഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ആ വിഷയത്തിന്റെ വലിയധികം കാഠിന്യമേറിയ ഒരു അനുഭവത്തെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്തോത്രം. അവിടെ നമുക്ക് ആരംഭത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. കാനാവിലെ ഒരു കല്യാണമാണ്. അപ്പോ അവിടെ എല്ലാവരും ഒത്തിരി പേർ കാണും. ആ സൽക്കാരത്തിനകത്ത് പങ്കെടുക്കുന്നവർ കാണുമായിരിക്കാം. ഒത്തിരി പേർ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരിക്കൽ പ്രതീക്ഷിക്കാത്ത
രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കുറവ്, ഒരു പോരായ്മ ഭവനത്തിനകത്ത് കടന്നു വരുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ ആ പോരായ്മയെ, ആ കുറവിനെ നികത്തുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവായി പോലും, അതായത് മറ്റൊരു വ്യക്തി പോലും ആ വിഷയത്തിന്റെ കാഠിന്യം അറിയുവാൻ ഇടയാകാതെ വേണം പരിഹരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ കർത്താവിനെ ക്ഷണിച്ച വ്യക്തിയെങ്കിൽ, നിന്റെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് പല വിഷയങ്ങൾ കൊണ്ടിട്ട് ലോകത്തിന്റെ മുമ്പാകെ നിന്നെ അപകീർത്തിപ്പെടുത്തുവാൻ നോക്കുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിലുള്ള പേരിനെ ഇല്ലായ്മ കളങ്കം വരുത്തുവാൻ ശത്രുവാദിക്കുവാൻ പല പദ്ധതികളും കൊണ്ടുവരുമ്പോ, നീ കർത്താവിനെ ക്ഷണിച്ച വ്യക്തിയെങ്കിൽ ഒരു കാര്യം ഈ പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, അതേ സ്തോത്രം ഹല്ലേലൂയ, ദൈവം ചിലത് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ശത്രു നിനക്കായി ഒരുക്കുന്ന പദ്ധതികളെ ദൈവം തമ്പുരാൻ മാറ്റിവിട്ടിട്ട് ദൈവത്തിന്റെ പദ്ധതി അതിനകത്തേക്ക് കയറ്റും. ഹല്ലേലൂയ. വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു, എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കേല, എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്കും കൊടുക്കേല. നീ കർത്താവിന് വേണ്ടി സ്തോത്രം നിന്റെ ഭവനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയമാക്കുന്ന വാതിലിനെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്ത് കർത്താവിനെ ക്ഷണിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നാം കർത്താവിനെ ക്ഷണിക്കണം. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. പ്രിയ ദൈവമക്കളെ, എങ്ങനെയും ചാടിക്കേർ കർത്താവ് വരികയില്ല. നാം ക്ഷണിക്കേണ്ട രീതി കർത്താവിനെ ക്ഷണിക്കണം. നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിനെ ക്ഷണിക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഞാൻ അവനോടും അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. വാതിക്കൽ നിന്ന് മുട്ടുകയാ. സ്തോത്ര, ആ ശബ്ദം ഞാൻ നിങ്ങൾ കേട്ടിട്ട് വാതിൽ തുറന്നു കൊടുത്ത് കർത്താവിനെ സ്വീകരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞ പ്രിയ ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിലെ ആരംഭം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ, ഒരു മനുഷ്യനെ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയാതിരിക്കുമ്പോ, നമുക്ക് തന്നെ പ്രവർത്തിപ്പാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. യഹോവയുടെ കൈ ഉയർന്നിരിക്കുന്ന, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കും. അങ്ങനെ ഈ പകൽക്കാലം സ്തോത്ര ഹല്ലേലൂയ, ചില വിഷയങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നുണ്ടായിരിക്കാം. അതേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോ നീ പകച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ആർക്കും നിന്നെ സഹായിപ്പാൻ കഴിയും. ഇവിടെ അറിയാം, നമുക്ക് വീഞ്ഞ് തീർന്നു പോയി. ഒരിക്കലും ആ വീഞ്ഞ് എടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ മാസങ്ങൾക്ക് ഉണ്ടാക്കി ടൈം എടുത്താൽ മാത്രമേ ആ വീഞ്ഞ് റെഡിയാക്കി എടുക്കുവാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ദൂരസ്ഥലത്ത് പോയി വാങ്ങിക്കോളാമെങ്കിലും ടൈം എടുക്കും. പക്ഷെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു ഭാഗം എത്രേ, അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവായി അറിഞ്ഞില്ല. സ്തോത്രം. അങ്ങനെ പ്രിയ ദൈവമക്കളെ, നാം അവിടെ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്, ആ വീട്ടിലെ ഒരു പോരായ്മ, ആ കുറവ് വന്നത്, സ്തോത്രം ഹല്ലേലൂയ, മറ്റൊരാൾ അറിയുവാൻ ഇടയാക്കാത്ത വണ്ണം എന്റെ സ്വർഗത്തിലെ ദൈവം അതിനെ നികത്തി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെയും കല്യാണങ്ങൾ നടക്കുമ്പോൾ ഒരു സ്തോത്രം ഫുഡ് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിന് പിറകെയായിട്ട് ഒന്നായിട്ട് ആൾക്കാർ കടന്നു വരും, നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്ത് തരുവാൻ. ആരംഭകാലങ്ങളിലൊക്കെ ഈ സ്തോത്രം ആ ഒരു ടൈമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഫുഡ് കൊടുത്ത ശേഷം അടുത്ത ഫുഡ് വരുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് അവിടെ കാണത്തില്ല. പെട്ടെന്ന് കടന്നു വരുവാനായിട്ട് ഇടയത്തില്ല. ആ കടന്നു വരുന്ന ഒരു സമയത്തിനകത്ത് ആ രണ്ടാമത് കൊണ്ടുവരുന്ന ഫുഡിന് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരല്പസമയം എന്ത് ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് പറയും. ഒന്ന് അല്പം ഷോർട്ട് ഉണ്ട്, ഒന്ന് അല്പം വെയിറ്റ് ചെയ്യണമേ എന്ന്. അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ നമുക്കറിയാം, അവിടെ ഉള്ളവരെല്ലാം അറിയുവാനായിട്ട് ഇടയത്തിരും. അത് മുമ്പേ സ്തോത്രം കഴിച്ചുകൊണ്ട് പോയവർ കാണുമായിരിക്കാം, അവിടെ പന്തിയിൽ ഇരിക്കുന്നവർ കാണുമായിരിക്കാം. പക്ഷെ അവിടെ എല്ലാം എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പബ്ലിസിറ്റി ആകും, ഇവിടെ ഇന്ന സാധനം തീർന്നു പോയി എന്ന്. പക്ഷെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യം, ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. അതായത് പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, മറ്റുള്ളവരുടെ മുമ്പാക്കി ഈ വിഷയം ചെന്ന് വീഴുന്നതിന് മുമ്പായിട്ട്, ഇല്ലെങ്കിൽ അവരോട് വെയിറ്റ് ചെയ്യാന്ന് പറയാൻ ഒരു ഗ്യാപ്പ് കൊടുക്കുവാൻ പോലും എന്റെ കർത്താവ് അനുവദിക്കാതെ വണ്ണം, സ്തോത്രം, അവിടെ ഇങ്ങനെ ഒരു കുറവ് വന്നു എന്ന് മറ്റുള്ളവരുടെ ചെവികൾ എത്തുവാനോ
അവർ വെയിറ്റിംഗിലേക്ക് ആക്കുവാനോ ഇടയാക്കാതെ വേണം എന്റെ ദൈവത്തിന്റെ കരം അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയെ തീർന്നു. ഇതാ തക്ക സമയമെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വിഷയത്തെ മൂന്നാമത് ഒരാൾ അറിയാതെ വേണം പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത് എന്റെ കർത്താവിനെ ക്ഷണിക്കുക. ഹല്ലേലൂയ. നീ കർത്താവുമായിട്ട് നടക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലെ, നിന്നെ ലോകത്തിനു മുമ്പാകെ ദൈവം ഒരു പരസ്യമാക്കി വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രകലില്ല. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഒരു മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ വീഞ്ഞിന് ഉണ്ടാക്കാൻ കഴിയത്തില്ല. വാങ്ങിക്കൊണ്ട് വരണമെങ്കിൽ വിരുന്നുവാഴികൾ അറിയും. പക്ഷേ ഇതൊന്നിനും ഒരു ടൈം കൊടുക്കാതെ വേണം തക്ക സമയത്ത് ഹല്ലേലൂയ എന്റെ ദൈവ കരം അവിടെ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയത്തുള്ളൂ. ഇവിടെ കാണുന്നു, ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നിന്റെ ഭവനത്തിനകത്ത് കടന്നു വരുന്ന വിഷയങ്ങൾ പുറം ലോകം അറിയുന്നതിന് മുമ്പേ പരിഹരിച്ചു തരുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ കർത്താവുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. പരിഹരിക്കുക മാത്രമല്ല, ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വത്തെ കൂടി ചലിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിരുന്നുവായി അറിഞ്ഞില്ല, വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവായി രുചിച്ചു നോക്കിയപ്പോ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊഴുപ്പാറുണ്ട്, നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചല്ലോ എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഇതാ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് ശത്രു കൊണ്ടുവരുന്ന സകല പ്രതികൂലങ്ങളെ എന്റെ ദൈവം നന്മയാക്കി തീർക്കും. ശത്രുവിന്റെ പദ്ധതി നിന്നെ അവിടെ ഒന്ന് താഴ്ത്തി കെട്ടുക, നിന്നെ മറ്റുള്ള മുമ്പാകെ ഒന്ന് സ്തോത്ര ഹല്ലേലൂയ. നീ കർത്താവിനെ ക്ഷണിച്ച വ്യക്തിയാണ്. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ സ്തോത്ര കാര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് നിന്റെ പേരിനെ കളങ്കം വരുത്തുക, നിന്റെ കുടുംബത്തിന്റെ പേരിന് കളങ്കം വരുത്തുക, നിന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള പദ്ധതിയുമായിട്ട് ശത്രു കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരുമ്പോ എന്റെ കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ വിഷയത്തെ ദൈവം തമ്മിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും. അവിടെ വിരുന്നുവാഴികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുവരെയും നല്ല വീഞ്ഞ് നീ സൂക്ഷിച്ചു വച്ചിരുന്നുവല്ലോ. ഹല്ലേലൂയ. പേരിനെ താഴ്ത്തിക്കെട്ടാൻ നോക്കിയെടുത്ത് പേരിനെ ഉയർത്തിയതായ സർവശക്തനായ ദൈവം ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഓരോന്നിനെ വരുത്തി വച്ച് നിന്റെ പേരിനെ കളങ്കം വരുത്തുക, സമൂഹത്തെ നിന്നെ പരാജയപ്പെടുത്തുക, നിന്റെ തലയെ താഴ്ത്തിക്കെട്ടുക, ശത്രു കൊണ്ടുവരുന്ന ഓരോ പദ്ധതിക്കകത്തും എന്റെ ദൈവം നിന്റെ തല ഉയർത്തുവാനായിട്ട് ഇടയത്തിരും. എന്റെ ദൈവം നിന്റെ തലയെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീര. നീ കർത്താവിനെ ക്ഷണിച്ച വ്യക്തിയെങ്കിൽ ഒരിക്കലും നിന്റെ ഭവനം താണിരിക്കുക, നിന്റെ തല കുനിഞ്ഞിരിക്കുക ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവിടെ ഉയർത്തുവാനായിട്ട് തീർന്നു. ഇത്രയും നാൾ ഇത്രയും ടൈം നീ എന്ത് ചെയ്തു? ഇതുവരെയും നീ വീഞ്ഞ് സൂക്ഷിച്ചു വച്ചിരുന്നുവല്ലോ. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. അതേ സ്തോത്രം. പലപ്പോഴും നമുക്കറിയാം സ്തോത്രം, കുറവുകൾ വരുമ്പോ അടുത്ത് വെപ്രാപ്പെട്ട് നാം റെഡിയാക്കി എടുക്കുന്നതിനൊക്കെ ഒത്തിരി പോരായ്മകൾ കൊണ്ട് കാണുമായിരിക്കും. പക്ഷേ ഇവിടെ പോരായ്മയല്ല പറയുന്നത്, അതിന്റെ മഹത്വം നല്ലത്. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവ പൈതൽ, ഈ പകൽക്കാലം വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില കുറവ്, ചില പോരായ്മ, ഹല്ലേലൂയ, അത് ഏറ്റവും നല്ല ഒന്നിലേക്ക്, ഒരു ഫിനിഷിംഗിലേക്ക് സ്തോത്ര എന്റെ ദൈവം നിന്നെ എത്തിക്കുന്നതിന് വേണ്ടി അത്ര സ്തോത്ര. നിരാശപ്പെട്ടു പോകണ്ട. അതേ സ്തോത്ര. ഇത്രയും പേർ കൂടി നിന്നപ്പോ, അല്ലെങ്കിൽ ഇത്രയും പേർ നിന്ന സാഹചര്യത്തിലാണല്ലോ എന്റെ ജീവിതത്തിനകത്ത് ഈ ഒരു പ്രശ്നം കടന്നു വന്നത് കർത്താവേ എന്നോർത്ത് നീ ആകുലപ്പെടുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അവരുടെ മുമ്പിൽ ഈ ചർച്ചയായിട്ട് നിന്റെ വിഷയങ്ങൾ കടന്നു വരുന്നതിന് മുമ്പേ എന്റെ ദൈവം അതിനകത്ത് ഇടപെട്ടിരിക്കും. നിന്റെ പ്രശ്നത്തിന് പരിഹാരം കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുക. അതേ സ്തോത്രം. എന്റെ ദൈവം ഇടപെട്ടിരിക്കും. ഹല്ലേലൂയ. അതിനെ ദൈവം മാറിയിരിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും ശ്രേഷ്ഠത എന്ന്. ഹല്ലേലൂയ. അതേ സ്തോത്രം. അവിടെ കുറവ് വന്നു എന്ന് മറ്റുള്ളവരറിഞ്ഞ ഇതിന് പകരം പറയുന്ന ഒരു വാക്കുകൾ കാണും. സ്തോത്രം. ഇത്രയും പേരെ വിളിച്ചു വരുത്തി കൊടുത്തില്ല. പല വാക്കുകൾ പറഞ്ഞ ഭവനത്തെ നിന്ദിക്കാം. പക്ഷേ നിന്ദിക്കപ്പെടേണ്ട വാക്കുകൾ പറയേണ്ടതിന് പകരം സ്തോത്രം അവരെ ഉയർത്തുന്ന ദൈവ കർത്താവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടപ്പോ അവരെ ഉയർത്തുന്ന വാക്കുകൾ പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. അവസ്ഥകളെ
രോഗങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഹല്ലേലൂയ ചില പ്രയാസഘട്ടങ്ങളെ സ്തോത്രം എന്റെ ദൈവം നന്മയ്ക്കാക്കി തീർക്കുവാനായിട്ട് ഇടയത്തിലും അവിടെ നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്ന സ്തോത്രം ഇതുവരെയും സ്തോത്രം സൂക്ഷിച്ചു വച്ചിരുന്നു വല്ലോ. ഹല്ലേലൂയ. ഈ നല്ല വീഞ്ഞ് ഹല്ലേലൂയ ഏറ്റവും നല്ലതെന്ന് പറയത്തക്ക രീതി ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ചെയ്യുവാനായിട്ട് ഇടയത്തിനോ. പ്രിയ പൈതലെ, നീ ഭാരപ്പെടണ്ട. നിന്റെ വിഷയത്തിനകത്ത് ഒരു ഗ്യാപ്പ് വരാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. നിന്റെ വിഷയത്തെ പുറം ലോകത്തിന് പറഞ്ഞു പരത്തുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. അതിനകത്ത് ഹല്ലേലൂയ അതേ നീ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോ ചില വിഷയത്തിനകത്ത് നീ ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. എങ്ങനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പരിഹാരം വെളിപ്പെടാൻ കഴിയത്തില്ല. എങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും ഇതിനകത്ത് സഹായിച്ചു കഴിഞ്ഞാലും ഈ വിഷയത്തിനകത്ത് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്ന് നീ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ബുദ്ധികൾക്കപ്പുറമായി, നിന്റെ ചിന്തകൾക്കപ്പുറമായി, നിന്റെ മനോവികാരങ്ങൾക്കപ്പുറമായി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയായിത്തീര. അതെ, ചില സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ കടന്നു വരുന്നത് ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയത്രേ. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിനെ ക്ഷണിച്ച ഒരു കുടുംബം. ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവിനെ ക്ഷണിച്ച കുടുംബമാണോ? കർത്താവുമായിട്ട് നീ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണോ? പ്രിയ ദൈവമക്കളെ, ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും ഭരിക്കയില്ല. സ്തോത്രം. കർത്താവ് എവിടെ വന്നിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് തീരുന്നില്ല. അതേ സ്തോത്ര പുസ്തകമായിരിക്കുന്ന യോഹന്നാനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം ലാസറിന്റെ മാർത്തയുടെയും മറിയുടെ ഭവനത്തിനകത്ത് സ്തോത്രം അവിടെ അവരുടെ ജീവിതത്തിനകത്ത് ഒരു വേദനയുടെ അനുഭവം കടന്നു വന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാർത്തയും മറിയും സഹോദരിമാരെ എന്ത് ചെയ്യുന്നു? യേശുവിനെയാണ് ആ വിഷയത്തിലേക്ക് ക്ഷണിച്ചത്. ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം കടന്നു വരുമ്പോ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ആരെല്ലാം നമ്മെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് മുൻപന്തി കടന്നു വരട്ടെ. പക്ഷേ നീ ഏറ്റവും അധികമായിട്ട് ഹല്ലേലൂയ ആരംഭത്തിൽ അറിയിക്കേണ്ടതും ആരംഭത്തിൽ ക്ഷണിക്കേണ്ടതും എന്റെ യേശു കർത്താവിനെ എത്രേ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ സ്തോത്ര ധീരമായി കിടക്കുന്നു എന്ന് പറയിച്ചു. ഹല്ലേലൂയ. അവിടെയും യേശു കർത്താവിനെ ക്ഷണിക്കുക ആ വിഷയത്തിലേക്ക്, ആ ദീനത്തെ മാറ്റിക്കൊടുക്കുവാൻ, അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന അവസ്ഥയിൽ നിന്നൊരു വിടുതൽ കൊടുക്കുവാൻ നായിട്ട് സ്തോത്രം എന്റെ കർത്താവിനെ അവർ ആ വിഷയത്തെ അറിയിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ ക്ഷണിച്ചു കഴിഞ്ഞാ, കർത്താവിനെ അറിയിച്ചു കഴിഞ്ഞാ കർത്താവ് മൗനമായിട്ട് ഇരിക്കില്ല. നീ കർത്താവിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെട്ടിരിക്കും. നിന്റെ ഭവനത്തിനകത്ത് ഒരു വിഷയം കടന്നു വരുമ്പോ മാറിയിരിക്കുന്ന ഒരു കർത്താവല്ല നമുക്കുള്ളത്. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ വിഷയത്തിന്റെ ഗൗരവത്തെ അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒത്തിരി വേദനകളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. യേശു കർത്താവ് വിഷയം അറിഞ്ഞപ്പോഴും യേശു കർത്താവ് അവിടെ നിന്ന് എഴുന്നേറ്റില്ല. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 4 നാൾ കഴിഞ്ഞ ശേഷം യേശു കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവിടെ സ്തോത്ര മരിച്ചവന്റെ സഹോദരിയായി മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ നാറ്റം വച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് എന്റെ യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. സ്തോത്രം. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയ ദൈവ പൈതലേ, കർത്താവിനെ സ്വീകരിച്ച ദൈവ പൈതലേ, കർത്താവിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും ക്ഷണിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നത് ഒരു സാധാരണ ഒരു വിടുതലല്ല. നമുക്ക് തിരുവചനത്തിൽ ഉടനീളം ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പലർക്കും യേശു കർത്താവ് സൗഖ്യം കൊടുത്തു. പലരും യേശുവിന്റെ അടുക്കൽ വന്ന് വിടുതൽ പ്രാപിച്ചിട്ട് പോയി. പക്ഷേ യേശുവിന് പ്രിയമായിരിക്കുന്ന, യേശുവിനെ ക്ഷണിച്ചതായ വ്യക്തിയുടെ ജീവിതത്തിനകത്തൊക്കെ വെളിപ്പെട്ടത് ദൈവത്തിന്റെ മഹത്വം അത്രേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അടുത്ത് അപ്പുറവും ഇപ്പുറവും നടക്കുന്നവരുടെ വിടുതലിൽ കടന്ന് നിരാശപ്പെടണ്ട. നിന്റെ ജീവിതത്തിൽ വൈകിപ്പോയി എന്നോർത്ത് നീ ഭാരപ്പെടണ്ട. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത് സ്പെഷ്യലാ, മഹത്വമാ. ആ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം.
പ്രിയതേ മക്കളെ, ഭാരപ്പെടണ്ട. അല്പസമയം നിനക്ക് തോന്നിയിരിക്കാം, അയ്യോ എന്റെ വിഷയത്തിനകത്ത് ഞാൻ കർത്താവിനെ അറിയിച്ചിട്ട് കർത്താവ് മൗനമായിട്ടിരുന്നല്ലോ. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന് ഒരു തക്ക ടൈമുണ്ട്. നിന്നെ എപ്പോഴാ ഉയർത്തുക? നീ എങ്ങനെയാണ് കർത്താവിനെ സ്വീകരിച്ചത്? നിന്റെ ഭവനം എങ്ങനെയാണ് കർത്താവിനെ ഉൾക്കൊണ്ടത്? ഹല്ലേലൂയ. അതനുസരിച്ച് ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ, നിന്റെ മേൽ വെളിപ്പെടുത്തി നിന്റെ തല ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ സ്തോത്രം. ആ സമയത്ത് ചിലപ്പോൾ അല്പസമയം നീ തല താഴ്ന്നു എന്ന് നിനക്ക് തോന്നിയിരിക്കാം, തല കുനിക്കേണ്ടി വന്നു എന്നൊക്കെ നിനക്ക് തോന്നിയിരിക്കാം. പക്ഷേ അവിടെ കൊണ്ട് നിന്നെ തലയും കുനിപ്പിച്ചിട്ട് മാറിപ്പോകുന്ന ഒരു കർത്താവല്ല, നിന്റെ തല ദൈവം ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവർ ഏത് വിഷയത്തിനകത്ത് അവർ നിന്ദിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നോ, കർത്താവ് ആ ഭവനത്തിൽ കടന്നു വന്നതാ അവരുടെ വിഷയത്തിനകത്ത് വെളിപ്പെട്ടു വന്നില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നോ, ആ വിഷയത്തിനകത്ത് തന്നെ ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം അങ്ങനെ തന്നെ വിശ്വസിക്കുക. നിന്റെ വിഷയത്തിനകത്ത് ഒരു ദൈവ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. നീ കർത്താവ് പുസ്തകവുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, നീ കിട്ടുന്ന സമയമൊക്കെ കർത്താവിനെ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് വ്രതമായി തീരുകയില്ല. സ്തോത്ര. എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. അതേ സ്തോത്രം. പലരും പറഞ്ഞ് പരിഹസിക്കുന്നതിന് മുമ്പായിട്ട് പലരുടെ വായുകളെ അടയ്ക്കത്തക്ക രീതിയിൽ, മറ്റുള്ളവർ കണ്ട് വിസ്മയിക്കത്തക്ക രീതിയിൽ ഈ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം ചലിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കും. ഹല്ലേലൂയ. ഈ 2025 തീരുന്നതിന് മുമ്പേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ അസാധാരണമായ ചില ദൈവിക മഹത്വങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരാ. ചില നിന്ദിക്കപ്പെട്ട വിഷയങ്ങൾ കാണുമായിരിക്കാം, ചില അപമാനിക്കപ്പെട്ട വിഷയങ്ങൾ കാണുമായിരിക്കാം, ചില വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ തല കുനിച്ച അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം. സ്തോത്ര. നിങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ കഴിയാതെ വേദന അനുഭവിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം. പക്ഷേ 2025 തീരുന്നതിന് മുമ്പേ ഏത് വിഷയത്തിന്റെ അകത്ത് നീ അപമാനിക്കപ്പെട്ടോ, ഏത് വിഷയത്തിനകത്ത് നീ തല കുനിക്കേണ്ടി വന്നോ, ആ വിഷയങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ മഹത്വമായ അവന്റെ മഹത്വം ഹല്ലേലൂയ നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരാ. മഹത്വം വെളിപ്പെട്ട ഭവനമെന്ന് പറയത്തക്ക രീതിയിൽ കർത്താവിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടു ഭാഗത്തും കാണുവാനായിട്ട് സാധിക്കുന്നു. കുറവുകൾ വന്ന കല്യാണ വീടെന്ന് പറയുന്ന ഒരു പേര് അവരുടെ മുമ്പാകെ ലിസ്റ്റായിട്ട് ഇട്ടിരിക്കുമ്പോ, ശത്രു അതിന് എഴുതി കുറിച്ച് വച്ചിരിക്കുമ്പോ, അത് യേശുവിന് വേണ്ടി തുറന്നു കൊടുത്ത ഭവനത്തിനകത്ത് ലാസറിന്റെ മരണം സംഭവിച്ചു എന്ന് പറയുവാനായിട്ട് ഒരു പേരിനെ ശത്രു എഴുതി കുറിച്ച് വച്ചിരിക്കുമ്പോ ലേബലുകളെ തിരുത്തിയ ഒരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ രണ്ടു ഭാഗത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില വേദനകൾ, നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ചില വിഷയങ്ങളെ എന്റെ ദൈവം കണ്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയില്ല. സ്തോത്ര. നീ നിലവിളിച്ചത് ഹല്ലേലൂയ മറ്റുള്ളവർ പലതും പറഞ്ഞു കേട്ടപ്പോഴാ നീ വാതിലടച്ച് റൂമിനകത്ത് ചെന്നിരുന്നു പ്രാർത്ഥിച്ചത്, അപ്പായ ഈ വിഷയത്തിനകത്ത് ഇടപെടണമേ എന്ന് പറഞ്ഞ് നീ കരഞ്ഞതിനെ കണ്ട ഒരു ഉടയവനുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നെ മൗനമായിട്ട് വിടുകയില്ല. നീ തല കുനിച്ചവനായിട്ട് പുറത്തിറങ്ങി വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തല ഉയർത്തി പിടിക്കത്തക്ക രീതിയിൽ നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ, നിന്നെ കളിയാക്കിയവരുടെ മധ്യത്തിൽ നിന്നെ ഉയർത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വിഷയത്തിന്റെ നടുവിൽ കർത്താവിന്റെ ഇടപെടൽ വെളിപ്പെടും. പ്രിയ ദൈവമക്കളെ, ലോകത്തിന് നിന്നെ അപമാനിക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെട്ടിരിക്കും. നിശ്ചയമായിട്ട് അങ്ങനെ തന്നെ വിശ്വസിക്കാം. കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത ദൈവ പൈതലെ, കർത്താവിനെ ക്ഷണിച്ചുകൊണ്ട് നടക്കുന്ന, കർത്താവ് നിന്നെ മേൽ അറിയിച്ചതായ സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിന്റെ വിഷയത്തെ ലോകത്തിന്റെ മുമ്പാകെ കൊണ്ടിട്ട് ലോകത്തിന്റെ മുമ്പാകെ നിന്നെ അപകീർത്തിപ്പെടുത്തുക എന്റെ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. അതിനകത്ത് ദൈവത്തിന്റെ മഹത്വം ചലിച്ചിരിക്കും. അതിനകത്ത് നിന്റെ തലയെ ദൈവം ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ സാധിച്ചത് ഹല്ലേലൂയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല.
മൂന്നാമത് ഒരാൾ അറിയുവാൻ, അവരുടെ ചെവികൾ ഒന്ന് മന്ത്രിക്കുവാൻ ഒരല്പം വെയിറ്റ് ചെയ്. ഇവിടെ വീഞ്ഞു തീർന്നു പോയി എന്ന് വിരുന്നുവായോട് ശുശ്രൂഷക്കാർ പറയുവാൻ ആ ഒരു വാക്കുകൾക്ക് ഗ്യാപ്പ് പോലും കൊടുക്കാതെ വേണം. അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു എങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, കർത്താവ് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട അതേ വചനം നാം പ്രസ്താവിക്കുമ്പോ, പ്രിയ ദൈവ പൈതലേ, അതേ സ്തോത്രം, ഒരു വാക്കുകൾ കൊണ്ട് അപ്പുറത്തേക്ക് അത് സ്തോത്രം ചലിക്കുന്ന ഒരു ടൈം നമുക്കറിയാം. ഒരു സെക്കൻഡ് പോലും വേണ്ട. ഒരു വാക്കുകൾ തമ്മിൽ അതേ സ്തോത്രം ശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക. ആ ഒരു ശബ്ദത്തിന്റെ ടൈമിന് പോലും ഗ്യാപ്പ് വയ്ക്കുക. എന്റെ ദൈവം ഇടയാക്കാതെ വേണം. എന്റെ കർത്താവിന്റെ കരം അവിടെ വെളിപ്പെട്ടുവെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം അവിടെ ചലിക്കാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, നിന്റെ വിഷയം മറ്റുള്ളവരും മുമ്പാകെ അറിയപ്പെടുന്നതിന് മുമ്പായിട്ട് മറ്റുള്ളവരും അറിയാതെ വണ്ണം സ്തോത്ര അവിടെ കുറവൊന്ന് നീ മാത്രം അറിയും. ഹല്ലേലൂയ. അവിടെ പ്രശ്നം നിന്റെ ജീവിതത്തിൽ കടന്നു നീ മാത്രം അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ ഫില്ല് ചെയ്യുവാനായിട്ട് ഇടയത്തിരും. അത് എവിടെ നിന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കാമോ? മറ്റുള്ളവരറിയാതെ നിന്റെ വിഷയത്തെ കർത്താവ് പരിഹരിച്ചു തരും. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയം കൊണ്ട് നടുവേ ദൈവത്തിന്റെ കരം വെളിപ്പെടും. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട, നീ ആകുലപ്പെടണ്ട. ഇതെന്തായിത്തീരും, ഇതിന്റെ അവസാനം എന്തായിത്തീരുമെന്നോർത്ത് നീ ആകുലപ്പെടണ്ട. നീ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കെ, ഹല്ലേലൂയ, ആ വിഷയത്തെ ലോകം എടുത്ത് അപമാനമാക്കി തീർക്കാതെ എന്റെ കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് നിന്റെ തല ദൈവം ഉയർത്തുവാനായിട്ടിടയത്തിലും. നിന്റെ തല താഴ്ത്തുന്ന ഒരു ദൈവമല്ല, നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം അത്ര. സ്തോത്ര. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ആർക്കും പരിഹരിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോ, ആർക്കും ആ വിഷയത്തിനകത്ത് ഇടപെടാനായിട്ട് ഒരു കഴിവും ഇല്ലാതെ ഇരിക്കുമ്പോഴും, മാനുഷ്യ ബുദ്ധികൾ ഒരു സെക്കൻഡ് നിശ്ചലിച്ച് പോകുമ്പോ, ആ നിശ്ചലിച്ചിരിക്കുന്ന സമയം കൊണ്ട് നിന്റെ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ കരം എത്രയോ വലുതാ പ്രിയ ദൈവമക്കളെ. അങ്ങനെ തന്നെ വിശ്വസിക്കേ. നമ്മുടെ ബുദ്ധികൾ മാറുമ്പോ, നമ്മൾ ഒന്ന് നിശ്ചലമായി പോകുമ്പോ, എന്താ ഇത് സംഭവിച്ചത്, എങ്ങനെ ഇത് പരിഹരിക്കപ്പെടും എന്ന് ചിന്തിക്കുക. ആ ഒരു സെക്കൻഡ് കൊണ്ട് അടുത്തൊരു തലത്തിലേക്ക് നിന്റെ അവസ്ഥയെ മാറ്റിവിടുന്ന കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ നീ ഭാരപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട. ഉറപ്പോടെ ആയിരിക്കെ നിന്റെ വിഷയത്തിന്റെ നടുവിൽ എന്റെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങൾ വായിച്ച ഭാഗം ഇതത്രേ, ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. കർത്താവെ, ഇവരുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന വിഷയം കൊണ്ട് നടുവിൽ മറ്റുള്ളവരറിയാതെ വണ്ണം ഒരു പരിഹാരം ഈ പകൽക്കാലം വെളിപ്പെടുത്തി കൊടുക്കണം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം. ചില കുറവുകൾ, ചില വേദനകൾ, ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടത്തിവിട്ട് ഇവരുടെ പേരുകളെ കളങ്കം വരുത്തുക, ഇവരുടെ തല കുനിച്ചു കെട്ടുക. ശത്രു, അപവാദം പറയുന്ന ശത്രു കടന്നു വരുമ്പോ, കർത്താവെ, ആ അപവാദത്തിന് പകരം ഇവരെ തല ഉയർത്തുന്ന ദൈവത്തിന്റെ കരം നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തു അധികാരമുള്ള നാമത്തെ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ദൈവം ചില അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി ഇത് ഏറ്റവും നല്ലതെന്ന് പറയത്തക്ക രീതിയിൽ ആ വിഷയത്തെ ഉയർത്തി പിടിക്കത്തക്ക രീതിയിൽ, ഓ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവവചനത്തിന്റെ ശക്തി തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കർത്താവേ, രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും വേദനയിലുമായിരിക്കുന്ന ജനത്തിന്റെ മേൽ ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ കരം ചലിക്കണം. ഡോക്ടർമാർ പല രോഗങ്ങളെന്ന് വിധി എഴുതിയവർ കാണുമായിരിക്കാം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിരാശപ്പെടുമ്പോ, കർത്താവേ, ആ വിഷയത്തിന്റെ നടുവിലേക്ക് അവരുടെ ശരീരങ്ങളിൽ മേൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. കർത്താവേ, അവർ കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. കർത്താവേ, അത്ഭുതങ്ങൾ നടക്കട്ടെ. മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതിയിൽ, മറ്റുള്ള കണ്ട് അതിശയിക്കത്തക്ക രീതിയിൽ, മറ്റുള്ള ദൈവിക മഹത്വം ഈ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു എന്ന് പറയത്തക്ക രീതിയിൽ എന്റെ കർത്താവിന്റെ കൃപയെ ദൈവം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്ര. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. മുഴുവനവും മഹത്വം വാഴ്ചയും അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.